കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. ഇന്നിപ്പോൾ ഗുരുവായൂരപ്പന് ശുദ്ധിയായിരുന്നു. ശുദ്ധി ചടങ്ങുകൾ ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തും ശുദ്ധിയായി. ഇന്നലെ വൈകുന്നേരം ഏകദേശം അത്താഴപൂജ കഴിഞ്ഞ് തന്നെ 9 മണി കഴിഞ്ഞിട്ടാണ് നട തുറന്നത്. ഇന്നലെ ഒരുപാട് നേരം വഴുകി. അപ്പോൾ ഇന്നും അതിൻ്റെ ബാക്കിയായിട്ടുള്ള ശുദ്ധി ഉണ്ടായിരുന്നു. അതേപോലെ 25 കുടം കലശം, അതൊക്കെ കലശ ചടങ്ങുകളൊക്കെ വളരെ കേമായിട്ടുള്ള നടന്നു. കാരണം ഭഗവാനെ നമ്മളെപ്പോലുള്ള ഭക്തർ ചെന്ന് ദിവസം തോറും അല്ലലും അവലാതിയൊക്കെ പറയല്ലേ, എനിക്കത് വേണേ, എനിക്കിത് വേണേ, എൻ്റെ അസുഖം മാറണേ, എനിക്ക് ആ സമ്പത്ത് കിട്ടണേ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതൊക്കെ കേട്ട് ശക്തി ഇങ്ങനെ കുറയുമ്പോൾ കലശ ചടങ്ങുകളും മറ്റ് നിത്യപൂജകളൊക്കെ ചെല്ലുമ്പോഴാണ് ഭഗവാന് ആ ശക്തി ഉണ്ടാവുകയെ, ആ ഭക്തരെ അനുഗ്രഹിക്കാനുള്ള ശക്തി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കലശ ചടങ്ങുകളും മാസത്തിലെ ശുദ്ധിയും ഒക്കെ. അപ്പോൾ അതൊക്കെ വളരെ മനോഹരമായിട്ട് ഗംഭീരമായിട്ട് നടന്നു. അപ്പോൾ നമുക്കിന്ന് കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയിട്ട് ഗണപതി ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ച് നമുക്കിങ്ങനെ പോരാം. ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. ഇന്നിപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. വെള്ളിയാഴ്ചയല്ലേ, അത്യാവശ്യം കുറവല്ലാത്ത തിരക്കുണ്ട്. അപ്പോൾ ആ തിരക്കിലെ ഇടയിലൂടെ നമുക്കിങ്ങനെ പോവാം. വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ ഭഗവാന്റെ ശ്രീലകത്തുള്ള ആ നെയ്വിളക്കിൻ്റെ പ്രകാശവും ഭഗവാന്റെ മുഖത്തൊക്കെ വെച്ച പൊന്നിൻ്റെ ഗോപീതിലകത്തിൻ്റെയൊക്കെ പ്രകാശവും നമ്മളിലേക്ക് എത്തും. അപ്പോൾ വളരെ മനോഹരമായിട്ട് നമുക്ക് ഗുരുവായൂരപ്പനെ കണ്ടു എന്നുള്ള ആ ഒരു സന്തം, ഒരു സുഖം നമ്മളുടെ മനസ്സിലേക്ക് എത്തും. അങ്ങനെ ആ ഇടത്തെ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠം നോക്കിയിട്ട് മേൽപ്പത്തൂരിനെ ഒന്ന് വന്ദിക്കുക. അതേപോലെ വലത്തെ സൈഡിലെ ആ ഫസ്റ്റ് തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കി തൊഴാം. അതിന് ശേഷം നമ്മളിങ്ങനെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ഭഗവാന്റെ പൊന്നുണ്ണിക്കണ്ണൻ്റെ കാൽപാദങ്ങൾ കാണുന്നു, കാൽവളകൾ കാണുന്നു. അങ്ങനെ പട്ട് ഒക്കെ ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്, മഞ്ഞ പട്ട് ഞൊറിഞ്ഞെടുത്ത് അരമണിയും കിങ്ങിണിയൊക്കെ ആയിട്ടുള്ള അരമണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ ആ കഴുത്തിലൊരു മാങ്ങാമാലയുണ്ട്, അതേപോലെ ഒരു വളയം പോലത്തെ മാലയുണ്ട്. പിന്നെ ആ ഒരു മുഖവൽപ്പത്തിൽ നല്ലൊരു പൊന്നിൻ്റെ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. കൈവളകൾ ചാർത്തിയിട്ടുണ്ട്, തോൾവളകളുണ്ട്. അതേപോലെ കാതിലെ ഗോപീതിലകങ്ങൾ ചെവിപ്പൂക്കളായിട്ട് വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. അതേമാതിരി പീലി തിരുമുടി, ഇങ്ങനെ പീലി 3 പീലി ഉണ്ട്, അതൊക്കെ കളഭം കൊണ്ടാണ് ചാർത്തിയിട്ടുള്ളത്. അങ്ങനെ ആ പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്. വലത്തെ കയ്യിൽ ഒരു പൊന്നുരുള, അതായത് പൊന്നുരുള അല്ല, വെണ്ണുരുള അങ്ങനെ മാറിൻ്റെ അവിടെ നിന്ന് എത്തിയെണ്ണു കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുക. ഇടത്തെ കൈ അരയിൽ ഇങ്ങനെ കുത്തിയിട്ട് സ്വർണ്ണ ഓടക്കുഴലും ഒക്കെ അരയിൽ ഇങ്ങനെ കുത്തിയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ളൊരു രൂപം. എന്താ പറയുക, അടിയും തടിയും ഒത്ത ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, ഒരു ഉണ്ണി എന്ന് പറഞ്ഞ മാതിരിയാണ് ഇന്നത്തെ ആ കളഭം കൊണ്ടുള്ള അലങ്കാരം. വളരെ മനോഹരമായിട്ട് അത് ചാർത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തി കവപ്രമാരത്ത് അച്യുതൻ നമ്പൂതിരിപ്പാടാണ്. വളരെ മനോഹരമായിട്ട് ശുദ്ധി ചടങ്ങുകളൊക്കെ തന്ത്രിയും ഒക്കെ ആയിരുന്നു. എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് തന്നെ നടന്നു. പിന്നെ ആ പീലി തിരുമുടിയുടെ മുകളിൽ തിരുമുടിമാല വിധാനമായിട്ട് ഒരെണ്ണം ഉണ്ട്, വിധാനമായിട്ട് തെച്ചിയും തുളസിയായിട്ടുള്ള ഒരെണ്ണം. പിന്നെ ഉണ്ടമാലകൾ 2 ഉണ്ട്. അത് തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ട് ഒരെണ്ണവും വെളുത്ത പൂവും തുളസിയായിട്ട് ഒരെണ്ണവും, അങ്ങനെ 2 ഉണ്ടമാലകളും. അങ്ങനെ നല്ല രസമായിട്ടുള്ള, അതായത് എന്താ പറയുക, നല്ലൊരു മുഖം, ശരീരമൊക്കെ നല്ല പുഷ്ടിയുള്ള, എന്താ പറയുക, നല്ല തടിച്ചു കൊഴുത്ത ഉണ്ണിക്കണ്ണനാണ്. അപ്പോൾ എല്ലാവരും ആ വെണ്ണക്കണ്ണനെ കണ്ട് തൊഴുതോളൂ. നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് അങ്ങോട്ട് വിചാരിക്കുക. അപ്പോൾ ആ സോപാനപ്പടിയിൽ നിന്ന് തൊഴുന്ന ആ ഒരു പ്രതീതി നമ്മളിലേക്ക് എത്തും. ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. ഇപ്പോൾ ഈ കേൾക്കുന്ന ആ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലാണ് എന്ന് ആദ്യം സങ്കല്പിച്ചാൽ തന്നെ ആ ഗുരുവായൂരെത്തിയ പ്രതീതിയായി. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ അഗ്നി കോണിലേക്കൊന്ന് നോക്കി തൊഴുതു. പിന്നെ തിടപ്പള്ളി നോക്കിയിട്ട്
ഭഗവാനെ നേദ്യം തയ്യാറാക്കുന്നതും ഗണപതി ഹോമം നടത്തുന്നതുമായ തിടപ്പള്ളി നോക്കി തൊഴാം. പിന്നെ അവിടെ നിന്ന് തിരിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ ആ ചുവരിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആലിലെ കണ്ണനെ കാണാം. പച്ച കളറിലുള്ള ആലിലയിൽ ഉള്ള കണ്ണനെ കണ്ട് തൊഴാം. വീണ്ടും സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ഗണപതിയുടെ അവിടെ വരാം. ഗണപതിയുടെ അവിടെ വന്നിട്ട് ഗണപതിനെ കാണാം. ഇന്ന് കളഭം കൊണ്ടുള്ള ചന്ദനം കൊണ്ടുള്ള അലങ്കാരം നന്നായിട്ടുണ്ട് അവിടെ. കൊമ്പും തുമ്പിക്കൈയും അതേപോലെ നെറ്റിപ്പട്ടൊക്കെ ഇങ്ങനെ വെച്ച് വളരെ മനോഹരമായിട്ടാണ് ഗണപതി ഭക്തരെ അനുഗ്രഹിക്കാനായിട്ടിരിക്കുന്നത്. അപ്പോൾ ആ വിഘ്നേശ്വരനെ കണ്ട് പ്രാർത്ഥിക്കുക. വിഘ്നങ്ങളൊക്കെ അകറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിവം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അവിടെ തൊട്ടിട്ട് നമ്മൾ തിരിഞ്ഞ് നോക്കിയാൽ ഗണപതി സരസ്വതീനെ കാണാം. സരസ്വതി അറയിൽ ആ സരസ്വതി അറയിലേക്ക് നോക്കിയിട്ട് അവിടെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് ആ കോർണറിലെത്തിയ ചെറിയ ഗണപതിനെ വീണ്ടും കാണാം. അവന്ന് തൊട്ട് തലോടിയിട്ടൊരു ചെറിയ തുളസിമാല ചാർത്തിയിട്ടുണ്ടാരോ. അപ്പോൾ ഒന്ന് തൊട്ട് തലോടിയിട്ട് പ്രാർത്ഥിച്ച് പോരാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തി അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. ഒക്കെ വാങ്ങി തൊടാം. പിന്നീട് അങ്ങനെ ആ വാമന രൂപം കാണാം. ഗജേന്ദ്രമോക്ഷത്തിലെ രൂപം കാണാം. അതേപോലെ ഗരുഡൻ്റെ പുറത്തേറിയിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ട് തൊഴാം. പിന്നെ അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാം. അത് നിറയെ പൂക്കളായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. വരുന്ന വഴിയിലും നിറയെ പൂക്കളാട്ടോ. ആ വാതിൽപ്പടി ഇങ്ങോട്ട് കിടന്ന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിറയെ തെച്ചിയും തുളസിയൊക്കെ ആയിട്ട് ഇങ്ങനെ താമരയൊക്കെ ആയിട്ടുള്ള മാലകൾ ഇങ്ങനെ ധാരാളമായിട്ട് ചാർത്തിയിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള കാഴ്ചയിലാണ്. ഒരു പൂക്കളുടെ മധ്യത്തിലാണ് നമ്മൾ നടന്നു വരുന്നത്. അത് നല്ല രസമാണ്. അങ്ങനെ അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാം. അതിന് ശേഷം നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുക. ഇഷ്ടം പോലെ സമയം കിട്ടും. പിന്നീട് വീണ്ടും നമ്മളിങ്ങനെ വരുമ്പോൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും അതുപോലെയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴുത് ആ കൃഷ്ണൻ്റെ അടുത്ത് വരുമ്പോൾ അവിടെ കൃഷ്ണനെ കൊണ്ടൊരു തുളസിമാല ചാർത്തിയിട്ട് അത് കഴിഞ്ഞാൽ മുരുകനെ കണ്ട് തൊഴാം. മുരുകന് ഭസ്മാഭിഷേകമൊക്കെ ചെയ്ത് ആ ശൂലമൊക്കെ നല്ല രസമായിട്ട് കാണാണ്ടെന്ന് നല്ല വെളുത്തിട്ട് തന്നെ കാണാണ്ട്. ആ ഭസ്മം കൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അത് ആ ഭസ്മം അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുക, വെളുത്ത ശൂലം ഇങ്ങനെ കാണണം. നല്ല രസമായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒരു വെറ്റിലമാലയുണ്ട്, കുങ്കുമമുണ്ട്, അലങ്കാരം എന്നായിട്ട്. അപ്പോൾ കണ്ട് തൊഴുക. എല്ലാവരും കണ്ട് തൊഴുതോളൂ, പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമീനെ കണ്ടു പ്രാർത്ഥിച്ചു. ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുതു. പിന്നീട് ആ ഓവിൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് ഓവിൻ്റെ അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് ഇങ്ങോട്ട് കുറച്ച് നീങ്ങിയായിട്ട് നോക്കിയാൽ ചുമരിൻ്റെ മുകളിൽ ആ താമരക്കണ്ണനെ കാണാം. അവിടെ കണ്ട് തൊഴാം. അതിനുശേഷം കിഴക്കോട്ട് തന്നെ പോകുന്ന ആ ഗ്രില്ലിന് അപ്പുറത്തേക്ക് കിടന്നാൽ മണിക്കിണർ നോക്കി തൊഴാം. അതേപോലെ ഭഗവാന്റെ നൃത്തറ, ആ വില്ലുമംഗലത്തിന് നൃത്തം ചെയ്ത് കാണിച്ചു ഇരുന്ന ആ നൃത്തമാണ് ആ അറ കാണാം. അവിടെ നമ്മളെ കിടാവിളക്ക് ഇങ്ങനെ കത്തുന്നു. അപ്പോൾ കണ്ണൻ അവിടെ ആ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ആ വിളക്ക് ഒരിക്കലും അണയാൻ പാടില്ല എന്നുള്ള ആ ഒരു ഇതിലാണല്ലോ കിടാവിളക്ക് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊന്നുണ്ണി അവിടെ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. അങ്ങനെ മനസ്സിൽ കാണുക, ആ രൂപത്തിൽ മനസ്സിൽ കാണുക. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കുറൂരമ്മേനെയും നാരദരെയൊക്കെ കണ്ട് കൃഷ്ണാട്ടത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് നേരെ വരുന്നത് വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇങ്ങനെ വരുന്നു. പ്രസാദ കൗണ്ടറിലെത്തിയാൽ ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. രാവിലത്തെ നിർമ്മാല്യത്തിൻ്റെ തീർത്ഥവും അഭിഷേകം കഴിഞ്ഞ് തീർത്ഥമൊക്കെയാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട്
തൊടാം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഭഗവതിയുടെ അടുത്ത് എത്തുമ്പോൾ വളരെ അവിടെയൊക്കെ തിരക്കാണ്. ഇന്ന് വെള്ളിയാഴ്ചയും കൂടി ആവുകൊണ്ട് അവിടെയൊക്കെ നല്ല തിരക്കാണ്. അല്ലെങ്കിലും വന്നവരെല്ലാവരും അവിടെ തൊഴുതിട്ടാണ് വരിക. ആ ഭഗവതി വളരെ അതിസുന്ദരിയായിട്ട് അങ്ങനെ ഇരിക്കണു. കളഭച്ചാർത്തൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നല്ല രസമായിട്ട് ചന്ദനം കൊണ്ട് മുഖമൊക്കെ ഇങ്ങനെ നന്നായിട്ട് ചാർത്തിയിട്ടാണ് ഇരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. അപ്പോൾ അമ്മേനെ എല്ലാവരും കണ്ടു തൊഴുതോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അത് കഴിഞ്ഞ് അമ്മയെ കണ്ട് ദർശനമൊക്കെ ആയി. നമ്മുടെ ഭക്തരെയൊക്കെ അനുഗ്രഹം കിട്ടി. അങ്ങനെ നമ്മൾ കിഴക്ക് വടക്കേ ദിക്കിലേക്ക് നോക്കിയാൽ അവിടെ ചെന്ന് വടക്ക് പടിഞ്ഞാറേ ദിക്കിലേക്ക് തിരിഞ്ഞ് മമ്മിയൂരപ്പനെ നോക്കുക. മമ്മിയൂരപ്പനെ നോക്കിയിട്ട് നമഃശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ ആ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അവിടെ നിന്ന് അത് കഴിഞ്ഞ് തൊഴുതിട്ട് വീണ്ടും കൊടിമരത്തിൻ്റെ അവിടെ വന്നാൽ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ നമുക്ക് ആ പൊന്നുണ്ണിക്കണ്ണനെ അരയിൽ കൈ കുത്തിയിട്ട് വെണ്ണ എടുത്ത് കഴിക്കാൻ നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ സുന്ദര കുട്ടനെ കാണാം. അപ്പോൾ കണ്ടു തൊഴാം. അങ്ങനെ അവിടുന്ന് ഒന്ന് നമസ്കരിച്ച് കൂത്തമ്പലത്തിൻ്റെ അവിടെ വരിക. കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നിട്ടും പ്രാർത്ഥിക്കുക. വേദപാരായണം നടത്തുന്നതും എല്ലാ കാര്യങ്ങളൊക്കെ വരുന്നതും കൂത്തമ്പലത്തിനാണ്. അവിടുന്ന് നോക്കി തൊഴുക. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ അവിടെ നിന്ന് മുഖമൊക്കെ ചന്ദനം കൊണ്ട് ചാർത്തൽ കഴിഞ്ഞു. ഗോളകയൊക്കെ അതായിട്ട് ഇങ്ങനെ ഉണ്ട്. പുറകിൽ വലിയ ഗോളക കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടാണ് അയ്യപ്പസ്വാമി നിൽക്കുന്നത്. അപ്പോൾ പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ആ ഭൂതനാഥനെ കണ്ട് പ്രാർത്ഥിച്ചു. വലം വെച്ചു നമ്മൾ പടിഞ്ഞാറ നടയിൽ വന്ന് പടിഞ്ഞാറ് നടയിലെ ദീപസ്തംഭത്തിനെ വേണുഗോപാലിനെ നോക്കി തൊഴാം. ആ തൊഴുത് കഴിഞ്ഞാൽ ഒന്ന് പുറകിലോട്ട് ഇറങ്ങി നിന്നാലേ കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കാം. കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഗരുഡധ്വജനെ കാണാം. അപ്പോൾ കണ്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ തൊഴുതു. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.